എല്ലാവർക്കും നമസ്കാരം. നമുക്ക് LKMS സൈറ്റിൽ അക്കൗണ്ട് എൻട്രി നടത്തുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അക്കൗണ്ട് എൻ്റർ ചെയ്യാനുള്ള സൈറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഏറ്റവും മുകളിലായി ക്യാഷ് ബുക്ക്, റിപ്പോർട്ട്സ്, ലെഡ്ജർ എന്നുള്ള മെനു ഉണ്ട്. അതിന് താഴെയായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇതിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ ഉള്ള പൈസയാണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിലുള്ള ബാലൻസ് ആണ്. അതിന് താഴെയായിട്ട് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ, പിന്നീട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡേറ്റ്, ഏത് എൻട്രി ആണോ, എന്നാണോ നമ്മൾ എൻട്രി നടത്തുന്നത്, അല്ലെങ്കിൽ ആ എമൗണ്ട് ചിലവായ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിന് താഴെയാണ് ഹെഡ് ഓഫ് അക്കൗണ്ട് ഉള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹെഡ് ഓഫ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉള്ള എൻട്രികൾ ഇത്രയുമാണ്. ഇൻകം എന്ന് പറയുന്നത് അഡ്വാൻസ് ആണ് ആദ്യത്തേത്. അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ബാങ്കിൽ നമ്മുടെ ചിലവിന് ആവശ്യമായ തുക ഇല്ല. അങ്ങനെ വരുമ്പോൾ HMO ഏതെങ്കിലും അധ്യാപകനോ, HM എന്നാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. HMന് കയ്യിൽ നിന്നും പൈസ ചെലവിനേക്കായിട്ട് ഇടാവുന്നതാണ്. അത് രേഖപ്പെടുത്തുന്നതാണ് അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെലക്ട് മോഡ് എന്ന് പറയുന്നത് ക്യാഷും ആവാം, ബാങ്കും ആവാം. അതായത് HMന് നേരിട്ട് ബാങ്കിലേക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഒക്കെ ബാങ്കിലേക്ക് പൈസ ഇടാവുന്നതാണ്. അതെങ്കിൽ കയ്യിൽ നിന്ന് പൈസയായിട്ട് ചെലവഴിക്കാവുന്നതാണ്. അപ്പോൾ അത് ഏത് രീതി ആണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാഷ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ തുക ക്യാഷ് അറ്റ് ഹാൻഡ് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ രേഖപ്പെടുത്തൽ വരിക. അതല്ല ബാങ്ക് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള ബാലൻസിൽ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം എമൗണ്ട് എൻ്റർ ചെയ്യുക. ട്രാൻസാക്ഷൻ ID അവിടെ തനിയെ വരുന്നതാണ്. അതിനകത്ത് ഒന്നും ചെയ്യേണ്ടതില്ല. ചെക്ക്, DD നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ലെങ്കിൽ അവിടെ 0യോ 1ഓ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു നമ്പർ അടിച്ച് അങ്ങനെ ചെയ്താലും മതി. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് എന്തിനാണോ ആ തുക ഇടുന്നത്, അതായത് അതിൻ്റെ ഒരു റിമാർക്ക്, എന്താവശ്യത്തിനുള്ള തുകയാണ് എന്നവിടെ രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കുക. ഇത്രയുമാണ് ആ അഡ്വാൻസ് എന്നുള്ള എൻട്രിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ഫ്രം ക്യാഷ് എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കൂടുതൽ തുക ചെലവഴിച്ചു, അത് തിരിച്ച് ചെലവഴിക്കുകയല്ല, നമ്മൾ കയ്യിലേക്ക് എടുത്തു, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, പക്ഷേ അത് മുഴുവൻ ചെലവഴിച്ചില്ല, ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ച് ബാങ്കിലേക്ക് ഇടാനുള്ള എൻട്രിയാണ്. അവിടെ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ എല്ലായ്പ്പോഴും ബാങ്കാണ്. ബാങ്കിലേക്കാണ് നമ്മൾ പൈസ ഇടുന്നത്. എമൗണ്ട് എൻ്റർ ചെയ്യുക. ബാക്കിയുള്ള എൻട്രി, ചെക്ക്, DD നമ്പർ, ഡിസ്ക്രിപ്ഷൻ അതുപോലുള്ള കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇനിയുള്ളത് ഫണ്ട് ഫ്രം കൈറ്റാണ്. അത് കൈറ്റിൽ നിന്നും നമുക്ക് അനുവദിച്ചു വരുന്ന ഫണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതും എല്ലായ്പ്പോഴും ബാങ്കിലേക്കായിരിക്കും വരിക. ആ എമൗണ്ട് എൻ്റർ ചെയ്യുക. ചെക്ക്, DD നമ്പർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഥവാ അത് ലഭ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ഫണ്ട് ഫ്രം കൈറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി വിത്ഡ്രോവൽ ഫ്രം ബാങ്ക് ആണ് എടുത്തത്. വിത്ഡ്രോവൽ ഫ്രം ബാങ്ക് വരുന്നത് നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇൻ ഹാൻഡ് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ 50 രൂപയാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് 2000 രൂപയുടെ ഒരു ചിലവ് വരികയാണ്. ഒരു ഓണറേറിയം അല്ലെങ്കിൽ അങ്ങനെ ഫുഡിൻ്റെ എക്സ്പെൻസ് അങ്ങനെ എന്തെങ്കിലും.
അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. ബാക്കി തുക ബാങ്കിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട്. ആ എൻട്രിയാണ് ഇവിടെ നടത്തേണ്ടത്. അപ്പോൾ ബാലൻസ് തുക എത്ര രൂപയാണോ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് ചെലവിലേക്കായിട്ട്, ആ തുക അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ബാക്കി എൻട്രി നടത്തി സബ്മിറ്റ് കൊടുക്കുക. ഇനി അതർ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺട്രിബ്യൂഷനോ മറ്റ് ഏതെങ്കിലും PTO അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു സംഭാവന അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ഈ LKയുടെ ആവശ്യത്തിനായിട്ട് ലഭ്യമാകുന്നുവെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻകത്തിനകത്ത് ഉള്ളത്. ഇനി എക്സ്പെൻസ് വരുന്നത് ഡിസ്പ്ലേ നെയിം ബോർഡ്, ID കാർഡ്, ഫുഡ്, ഓണറേറിയം, സ്റ്റേഷനറി, TA, റീഫണ്ട് ഓഫ് അഡ്വാൻസ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, റീഫണ്ട് ഓഫ് അഡ്വാൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ചിലവഴിക്കാനായിട്ട് ബാങ്കിൽ പൈസയൊന്നും ബാക്കി കിടപ്പില്ല. അങ്ങനെ വരുമ്പോൾ HM അഡ്വാൻസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നു. അതിനുശേഷം എപ്പോഴെങ്കിലും ഫണ്ട് ഫ്രം കൈറ്റ് എന്നുള്ള രീതിയിൽ കൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഫണ്ട് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പണം തിരിച്ച് HMന് കൊടുക്കുന്നതാണ് റീഫണ്ട് ഓഫ് അഡ്വാൻസ് വരുന്നത്. ഈ ഏത് എൻട്രി നടത്തുമ്പോഴും, അതായത് എക്സ്പെൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് എൻട്രി നടത്തുമ്പോഴും നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആവശ്യത്തിന് തുക ഇല്ല എങ്കിൽ ആദ്യം വിഡ്രോവൽ ഫ്രം ബാങ്ക് എന്നുള്ള എൻട്രി, ഇൻകത്തിലെ വിഡ്രോവൽ ഫ്രം ബാങ്ക് എന്നുള്ള എൻട്രി നടത്തുക. അത് നടത്തി ക്യാഷ് ഇൻ ഹാൻഡിൽ ആവശ്യത്തിന് തുക വന്നതിന് ശേഷം മാത്രമേ ഈ എക്സ്പെൻസ് ഭാഗത്ത് ഉള്ള എൻട്രികൾ ക്യാഷായിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റുകയുള്ളൂ. നേരിട്ട് ബാങ്കിൽ നിന്നും ചെക്ക് മുഖാന്തരമോ മറ്റോ ഈ നമ്മൾ ചെക്ക് കൊടുക്കുന്നയാൾ ബാങ്കിൽ പോയി റിസീവ് ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോവൽ ഫ്രം ബാങ്ക് ചെയ്യാതെ നമുക്ക് എക്സ്പെൻസുകൾ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് സപ്ലൈ ചെയ്ത ഒരാൾക്ക് പണമായിട്ട് അയാളുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആവശ്യത്തിനില്ല എങ്കിൽ ആദ്യം വിഡ്രോവൽ ഫ്രം ബാങ്ക്, ഇൻകത്തിൽ വിഡ്രോവൽ ഫ്രം ബാങ്ക് എന്നുള്ള എൻട്രി നടത്തി ക്യാഷ് ഇൻ ഹാൻഡിൽ ആവശ്യത്തിന് പൈസ എത്തിക്കുക. അതിനുശേഷം മാത്രം വേണം ഈ എക്സ്പെൻസ് വിഭാഗത്തിൽ ആവശ്യമായ എൻട്രി നടത്താൻ. അതുപോലെ എക്സ്പെൻസ് നടത്തുന്നത് എല്ലായ്പ്പോഴും ഒരു സർക്കുലർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യാഷ് എൻട്രിയിൽ ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത്.